ഹായ് ഓൾ, നമ്മുടെ ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ് പാർട്സ് ഓഫ് സ്പീച്ച്. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഏതൊരു വേർഡിനെ നമുക്ക് എന്ത് വിളിക്കാം? പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച് നമുക്ക് 8 ഉണ്ട്. അപ്പം ഇതിൽ ഏത് നമുക്കൊരു വേർഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? നൗണ്, പ്രൊണൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, അഡ്വർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജെക്ഷൻ. ഓക്കെ, അപ്പൊ ഇതൊക്കെ പാർട്സ് ഓഫ് സ്പീച്ചുകളാണ്. അപ്പൊ ഇതിനെ നമുക്ക് ഈ ഒരു 8 പാർട്സിനെ നമുക്ക് എന്ത് വിളിക്കാം? പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് വിളിക്കാം. ഇതൊക്കെ ഓരോന്നായിട്ട് നമ്മൾ പഠിക്കും. എല്ലാം ബേസിക്സ് മുതൽ അഡ്വാൻസ്ഡ് കാര്യങ്ങൾ വരെ നമ്മൾ ചീഫ് ലേണിംഗ് ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ യൂട്യൂബും നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ചാനൽസും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിലുള്ള കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക. അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴിയും യൂട്യൂബ് വഴിയും പിന്നെ നമ്മുടെ ആപ്പ് വഴിയും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സബ്ജക്റ്റ് എന്താണ്? സബ്ജക്റ്റ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം അറിയേണ്ട ഒരു ഐറ്റമാണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞത്, അല്ലെ? അപ്പൊ സബ്ജക്റ്റിനകത്ത് 2 പാർട്ടുകളുണ്ട്. ഒരു സെന്റൻസിനകത്ത് 2 പാർട്ടുകളുണ്ട് മെയിനായിട്ട്, സബ്ജക്റ്റും പ്രെഡിക്കേറ്റ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ആദ്യമായിട്ട് നോക്കാം എന്താണ് സബ്ജക്റ്റ് എന്ന് നോക്കാം. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെന്റൻസിൽ ആരെക്കുറിച്ച് പറയുന്നതോ അല്ലെങ്കിൽ ആര് സംസാരിക്കുന്നു അഥവാ അല്ലെങ്കിൽ ക്രിയ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആൾ, അയാൾ എന്ത് വിളിക്കുക? അല്ലെങ്കിൽ ആ വ്യക്തി എന്ത് വിളിക്കുക നമുക്ക്? അല്ലെങ്കിൽ ആ വ്യക്തി എന്നല്ല, എന്തിനെ കുറിച്ചാണ്? അതിപ്പോ വസ്തുക്കളാകാം, എന്തും ആകാം കേട്ടോ. അപ്പൊ എന്തിനെ കുറിച്ചാണ് ആ ഒരു സെന്റൻസ് പറയുന്നത്, അവരെന്ത് വിളിക്കാം? നമുക്ക് സബ്ജക്റ്റ് എന്ന് വിളിക്കാൻ കഴിയും. ഓക്കെ, എക്സാമ്പിളോടെ നമുക്ക് പോകാം. ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് പറയുന്നതാണ് the seats on the bus are very comfortable. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, നമുക്ക് ഇവിടെ ആരെക്കുറിച്ചാണ് ഈ സെന്റൻസ് പറയുന്നത്? നമുക്ക് ഈ സീറ്റ്സ് ഓൺ ദ ബസ് ആർ വെരി കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്, എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആരെക്കുറിച്ച് എന്നല്ല, എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ദ സീറ്റ്സ് ഓൺ ദി ബസ്സിനെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് സബ്ജക്റ്റ് ആരായിരിക്കും? ദ സീറ്റ്സ് ഓൺ ദി ബസ്, സബ്ജക്റ്റ് സീറ്റ്സ് ഓൺ ദി ബസ്. നെക്സ്റ്റ്, അമേലിയ ഹെർട്ടോക്കെ ഡിസപ്പിയർഡ് ഓവർ ദ പസഫിക് എന്ന് പറയുമ്പോൾ ഇവിടെ ആരാ മക്കളെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ? ഇവിടെ അമേലിയ ആണെന്ന്, നമ്മുടെ അമേലിയ ഹർട്ടാണ് നമ്മുടെ ഈ പറഞ്ഞ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, അല്ലെ? അമേലിയ ഹർട്ടാണ് നമ്മുടെ ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ ആരെ കുറിച്ചാണ് പറയുന്നത്? അമേലിയ ഹാർട്ടിനെ കുറിച്ച്, അല്ലേ? അപ്പൊ അതുകൊണ്ട് അമേലിയ ഹർട്ട് ആയിരിക്കും ഇവിടുത്തെ സബ്ജക്റ്റ്. ഓക്കെ, നെക്സ്റ്റ്, ഹാസ് യുവർ ബ്രദർ ടോം ഫൗണ്ട് സമ്മർ ജോബ്? ഓക്കെ, ഇപ്പൊ ഇവിടെ ഈ ഒരു സെന്റൻസിൽ ആരെ കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ ഹാസ് യുവർ ബ്രദർ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞുള്ള ആരെ കുറിച്ചാണ് പറയുന്നത്? യുവർ ബ്രദറിനെ കുറിച്ച്. അപ്പൊ യുവർ ബ്രദർ ടോം ആണ് അവിടുത്തെ സബ്ജക്റ്റ്. ഓക്കെ, അതിപ്പോ ഒരു വ്യക്തി ആയിരിക്കണമെന്നില്ല, ഏതൊരു വസ്തുക്കളെ എന്ത് വിളിക്കാം? നമുക്ക് സബ്ജക്റ്റ് എന്ന് വിളിക്കാൻ കഴിയും. ക്ലിയർ? യെസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. എന്നാലും ജസ്റ്റ് അറിയാത്ത കുറെ ആൾക്കാരുണ്ട്, ഇതിനെ കുറിച്ച് ബേസിക് കാര്യങ്ങൾ പോലും അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഈ കാര്യം പറയുന്നത് കേട്ടോ. അപ്പൊ പൊസിഷൻ ഓഫ് ദി സബ്ജക്റ്റ്, നമുക്ക് ഒരു സെന്റൻസിൽ ബിഗിനിങ് മാത്രം സബ്ജക്റ്റ് വരണം നിർബന്ധമൊന്നുമില്ല, അതിന് വാശി പിടിക്കല്ലേ. അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ ഇടയ്ക്ക് വരാം, എൻഡിൽ വരാം. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ബിഗിനിങ്ങിൽ വരുന്ന സെന്റൻസ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ആൻ എക്സ്പീരിയൻസ്ഡ് പൈലറ്റ് വാസ് അറ്റ് ദ കൺട്രോൾ അറ്റ് ദ ടൈം ഓഫ് ക്രാഷ്. അതായത് ഇവിടെ നോക്കാം, ആൻ എക്സ്പീരിയൻസ്ഡ് പൈലറ്റ് എന്ന് പറഞ്ഞ ഐറ്റം ആണ് ഇവിടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ എക്സ്പീരിയൻസ്ഡ് പൈലറ്റ് ആണെന്ത് ഇവിടുത്തെ സബ്ജക്റ്റ്. നെക്സ്റ്റ്, ദ സബ്ജക്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദി സെന്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു സെന്റൻസ് നോക്കുക. അടുത്ത കൺട്രോൾ അറ്റ് ദ ടൈം ഓഫ് ക്രാഷ് വാസ് ആൻ എക്സ്പീരിയൻസ്ഡ് പൈലറ്റ്. നിങ്ങളിപ്പോ ഈ രീതി റൂൾ എന്താണോ സെന്റൻസിൽ ആരെ കുറിച്ചാണോ പറയുന്നത്, അല്ലെങ്കിൽ എന്തിനെ കുറിച്ച്, ഏത് ഒബ്ജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്, അതായിരിക്കും സബ്ജക്റ്റ്. അത് വേണമെങ്കിൽ എൻഡിൽ വരാം, ബിഗിനിങ്ങിൽ വരാം, ഇടയ്ക്ക് വരാം, എവിടെ വേണമെങ്കിലും വരാം കേട്ടോ. അപ്പൊ എക്സ്പീരിയൻസ്ഡ് പൈലറ്റ് എന്താണ്? അവിടുത്തെ സബ്ജക്റ്റ് ആണ്. ക്ലിയർ? യെസ്. നെക്സ്റ്റ് നോക്കാം, സബ്ജക്റ്റ് വിത്തിൻ ദ സെന്റൻസ്. നമുക്കൊരു എക്സ്പീരിയൻസ്ഡ് ഇവിടെ നോക്കാം. അറ്റ് ദ ടൈം ഓഫ് ക്രാഷ് ആൻ എക്സ്പീരിയൻസ്ഡ് പൈലറ്റ് വാസ് ദി കൺട്രോൾ. സെയിം സെന്റൻസിനെ പറയുകയാണ്. അപ്പോൾ ഇവിടെ എക്സ്പീരിയൻസ്ഡ് പൈലറ്റ് എന്താണ്? ഇടയ്ക്ക് വന്നേക്കുകയാണ്, അഥവാ സബ്ജക്റ്റ് ഇവിടെ ഇടയ്ക്ക് വന്നേക്കാണ്, അല്ലെ? അപ്പൊ ഇവിടെ എക്സ്പീരിയൻസ്ഡ് പൈലറ്റ് എന്താണ്? സെൻട്രൽ വന്നേക്കുവാണ്. യെസ്. അപ്പൊ അത് എന്ത് വേണം? ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഐറ്റമാണ്. അത് എൻഡിൽ വന്നാലും ഇടയ്ക്ക് വന്നാലും ബിഗിനിങ് വന്നാലും സബ്ജക്റ്റിന് മാറ്റമില്ല, അല്ലെ? യെസ്. അപ്പൊ ഇവിടെ ഒക്കെ നമുക്കിവിടെ സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് കുറച്ച് സബ്ജക്റ്റിനെ കണ്ടുപിടിക്കാം. ഓക്കെ, അത് പല വെയിലൊക്കെ ഉള്ളതായിരിക്കും. നമുക്കത് ചില ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. അപ്പം എന്തോ നിങ്ങൾ നോക്കിയാൽ ആരെ കുറിച്ചാണോ എന്തിനെ കുറിച്ചാണോ നമുക്ക് ഈ ഒരു സെന്റൻസ് പറയുന്നത് അതങ്ങ് നോക്കിയാൽ മതി. വേറെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് നോക്കാം, സെന്റൻസിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ 1 നോക്കാം. വാട്ട് ഇസ് ദ സബ്ജക്റ്റ് ഓഫ് ദി ഫോളോയിങ് സെന്റൻസ്? ക്വസ്റ്റ്യൻ പറയുകയാണ്, ദ സ്കോർ അറ്റ് ദ എൻഡ് ഓഫ് ദി ക്വാർട്ടർ വാസ് 12 അല്ലേ? ഓക്കെ,
അപ്പൊ എന്താണ് ഇവിടെ നോക്കാം, നമ്മുടെ സ്കോർ അറ്റ് ദ എൻഡ് ഓഫ് ദി ക്വാർട്ടർ വാസ് 12 എന്ന് വിളിക്കുന്നുണ്ട്. ആസ്ക് യുവർ സെൽഫ് എന്താണ് എബൌട്ട് ഇവിടെ ഈ പറഞ്ഞുള്ള ഈ സെന്റൻസ് എന്തിനെ കുറിച്ചാണ് പറയുന്നത്, അത് നോക്കിയാൽ പോരെ. എന്തിനെ കുറിച്ചാണ് ഇത് ഈ പറഞ്ഞ സ്കോർ അറ്റ് ദ എൻഡ് ഓഫ് ദി ക്വാർട്ടർ. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്, ദ സ്കോർ അറ്റ് ദ എൻഡ് ഓഫ് ദി ക്വാർട്ടർ. എന്തിനെ കുറിച്ച് ഇവിടെ പറയുന്നത്, ആരെ കുറിച്ചൊന്നും അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, അതാണ് സബ്ജക്റ്റ്. അപ്പൊ ഇവിടെ ദ സ്കോർ അറ്റ് ദ എൻഡ് ഓഫ് ദി ക്വാർട്ടർ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ക്ലിയർ? യെസ്, ദ സ്കോർ അറ്റ് ദ എൻഡ് ഓഫ് ദി ക്വാർട്ടർ ഈസ് ദ സബ്ജക്റ്റ്. നെക്സ്റ്റ് എടുത്ത് നോക്കാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 2 നോക്കാം. വാട്ട് ഇസ് ദ സബ്ജക്റ്റ് ഓഫ് ദി ഫോളോയിങ് സെന്റൻസ്? ഓക്കെ, ദ ഓർക്കസ്ട്ര മെമ്പേഴ്സ് ടേൺ ദെയർ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്, ദ ഓർക്കസ്ട്ര മെമ്പേഴ്സ്. സോ ആരായിരിക്കും ഇവിടുത്തെ സബ്ജക്റ്റ്, ആരായിരിക്കും, ദ ഓർക്കസ്ട്ര മെമ്പേഴ്സ്. യെസ്, ഓക്കെ, യെസ്. നെക്സ്റ്റ് എടുത്ത് നോക്കാം. വാട്ട് ഇസ് സബ്ജക്റ്റ് ഓഫ് ദി ഫോളോയിങ്? ഓക്കെ, വെയിറ്റ് ഔട്ട്സൈഡ് പ്ലീസ്. ഇവിടെ നോക്കാം, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. വെയിറ്റ് ഔട്ട്സൈഡ് പ്ലീസ് എന്ന് പറയാൻ എന്നെ കുറിച്ചല്ല പറയുന്നത് അല്ലേ. അവിടെ വെയിറ്റ് ഔട്ട്സൈഡോ പ്ലീസോ ഒന്നുമല്ല സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. അവിടെ ആരെക്കുറിച്ച്, നമ്മളിപ്പോ ഒരാൾക്ക് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് ഇപ്പൊ എന്റെ അടുത്ത് പറയുവാണ് അല്ലേ. ഇപ്പൊ എന്റെ അടുത്ത് പറയുകയാണെങ്കിൽ അവിടെ യു അഥവാ ആ പറഞ്ഞ ആളെ സംബന്ധിച്ചാണെങ്കിൽ ആരായിരിക്കും, ആ യു അഥവാ യു വെയിറ്റ് ഔട്ട്സൈഡ് എന്നായിരിക്കും. ഇതാണ് നിങ്ങൾ അവിടെ പുറത്ത് കാത്തി നിൽക്കുക എന്നായിരിക്കും പറയുന്നത് അല്ലയോ. അപ്പൊ അവിടെ എന്താണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ യു ആയിരിക്കും അവിടുത്തെ സബ്ജക്റ്റ് അല്ലേ. യു ആയിരിക്കും അവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? യെസ്. അപ്പൊ ഇവിടെ യു ആയിരിക്കും ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ. ക്ലിയർ? യെസ്. ഓക്കെ, ക്വസ്റ്റ്യൻ 4 പറയുകയാണെങ്കിൽ ഇസ് ദ ഡോർ ടു ദ ബേസ്മെന്റ് ലോക്ക്ഡ്? ഓക്കെ, എന്താണ് ഇവിടെ എന്താണ് ഇവിടെ ലോക്ക് ആയിരിക്കുന്നത്, ഡോർ മുതൽ ഓക്കെ ബേസ്മെന്റ് വരെ ലോക്ക് ആയിട്ടിരിക്കുകയാണ്. ലോക്ക് ആണോ എന്ന് പറയുവാണ് അല്ലെ. ഇവിടെ വെക്കാം സബ്ജക്ട് എന്തുമായിരിക്കും, ദ ഡോർ ടു ദ ബേസ്മെന്റ് ആണ് അവിടുത്തെ സബ്ജക്ട്. ദ ഡോർ ടു ദ ബേസ്മെന്റ് ആയിരിക്കും അവിടുത്തെ സബ്ജക്ട് അല്ലെ. യെസ്. അപ്പൊ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും, സബ്ജക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സബ്ജക്റ്റ് നമ്മൾ എന്തിനാണ് സബ്ജക്റ്റ് പറയുന്നത്, പരീക്ഷയ്ക്ക് സബ്ജക്റ്റ് എന്ന് പറഞ്ഞ ഐറ്റം എന്നെ ചോദിക്കും. ഇല്ല, അങ്ങനെയൊന്നുമില്ല. കുറച്ച് ടഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ സബ്ജക്റ്റ് മനസ്സിലാക്കിയുള്ള അതിനനുബന്ധമായിട്ട് റൂൾസ് നമുക്ക് പറ്റത്തുള്ളൂ. ഇനി ടെൻസ് പഠിക്കുന്നുണ്ട്, ടെൻസിനകത്ത് പല റൂൾസ് പഠിക്കുന്നുണ്ട്. അപ്പം പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. അവിടെ എല്ലാം നമുക്ക് സബ്ജക്റ്റ് അറിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ക്ലിയർ? യെസ്. ഓക്കെ, ആ എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. യെസ്. സിമ്പിൾ സബ്ജക്റ്റ് ആൻഡ് കംപ്ലീറ്റ് സബ്ജക്റ്റ് എന്ന് വിളിക്കും. സിമ്പിൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സബ്ജക്റ്റിനകത്താണെങ്കിൽ മോർ ദാൻ വൺ വേർഡ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ആണെങ്കിൽ ഒരു മോർ ദാൻ വൺ വേർഡ് ഉണ്ടെങ്കിൽ ആ മെയിൻ വേർഡിനെ നമുക്ക് എന്ത് വിളിക്കാം, സിമ്പിൾ സബ്ജക്റ്റ് എന്ന് വിളിക്കാം. ഇവിടെ വെക്കാം, ദ സീറ്റ്സ് ഓൺ ദി ബസ് ആർ വെരി കംഫർട്ടബിൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സിമ്പിൾ സബ്ജക്റ്റ് എന്താണ്, സീറ്റ്സ് ആണ് കേട്ടോ. അതായത് നമ്മുടെ മെയിൻ സബ്ജക്റ്റ് എന്താണ്, സീറ്റ്സ് ഓൺ ദി ബസ് എന്ന് പറഞ്ഞാൽ ബസ്സിനകത്ത് സീറ്റ്. അപ്പൊ ഇതിനകത്ത് മെയിൻ സബ്ജക്റ്റ് എന്താണ്, സീറ്റ് ആണ് കേട്ടോ. അപ്പൊ അത്തരത്തിൽ ആ മെയിൻ സബ്ജക്റ്റ് എന്താണ്, മെയിൻ വേർഡ് എന്താണോ ആ മെയിൻ വേർഡിനെ നമുക്ക് എന്ത് വിളിക്കാം, സീറ്റ്സ്, സിമ്പിൾ സബ്ജക്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, നെക്സ്റ്റ് എടുക്കാം കംപ്ലീറ്റ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ദ സീറ്റ്സ് ഓൺ ദി ബസ്. ഇവിടെ ഈ പറഞ്ഞ സെന്റൻസിലാണെങ്കിൽ ദ സീറ്റ്സ് ഓൺ ദി ബസ്, ഈ രണ്ട് വേർഡ്സിനെ, ഈ പറഞ്ഞുള്ള സിമ്പിൾ സബ്ജക്റ്റിനെയും നമ്മുടെ മറ്റേ അതർ വേർഡ് എന്താണോ ആ അതർ വേർഡിനെ കമ്പൈൻ ചെയ്ത് വിളിക്കുന്ന പേരാണത് കംപ്ലീറ്റ് സബ്ജക്റ്റ്. എന്താണ് സിമ്പിൾ സബ്ജക്റ്റിനകത്ത്, സീറ്റ്. ഓക്കെ, ഓൺ ദ ബസ് എന്താണ് അവിടുത്തെ അതർ വേർഡ് ആണ്. അപ്പൊ എന്താണ്, സീറ്റ്സ് ഓൺ ദി ബസ് എന്താണ് അവിടുത്തെ കംപ്ലീറ്റ് സബ്ജക്റ്റ് ആയിരിക്കും. ക്ലിയർ? യെസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡസ് സിമ്പിൾ സബ്ജക്റ്റ് എവർ കൺസിസ്റ്റ് മോർ ദാൻ വൺ വേർഡ് അല്ലെ. ഇവിടെ വെക്കാം യെസ്, സ്പെഷ്യലി ഇഫ് ഇറ്റ് ഈസ് നെയിം. ഫോർ എക്സാമ്പിൾ ഇവിടെ വെക്കാം ദ ലേറ്റ് അമേലിയ ഹെഡ് വാസ് പയനിയർ ഇൻ ഏവിയേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ വെക്കാം കംപ്ലീറ്റ് സബ്ജക്റ്റ് എന്തുവാണ്, ദ ലേറ്റ് അമേലിയ ഹെഡ് അല്ലേ. അതായത് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് വേർഡ്സ്, ദ ലേറ്റ് അമേലിയ ഹെഡ് എന്താണ് ഇവിടുത്തെ കംപ്ലീറ്റ് സബ്ജക്റ്റ് ആണ്. നെക്സ്റ്റ് സിമ്പിൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മെയിൻ വേർഡ് എന്താണ്, അമേലിയ ഹെഡ്. ഇതെന്താണ് സിമ്പിൾ സബ്ജക്റ്റ് കേട്ടോ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതാണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞ ടോപ്പിക് എന്ന് പറഞ്ഞാൽ. അപ്പൊ സബ്ജക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായത് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പം നമുക്ക് ആപ്പിലാണെങ്കിൽ അതിനുള്ള കമന്റ് സെക്ഷനും പിന്നെ അതിനകത്ത് ഡൗട്ട് ചോദിക്കാനുള്ള സെക്ഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.